അങ്ങയുടെ ഒരു കളിഭ്രാന്ത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി കാണും? കൊച്ചുനാളിലേ ഉള്ളതാ. ഏത് വയസ്സിൽ തുടങ്ങി കളി? ഒരു 11 വയസ്സ് മുതൽ തുടങ്ങിയതാ. കളിക്കളത്തിൽ ചെന്ന് ഇറങ്ങിയതാണോ ആരെങ്കിലും ചാടിച്ചതാണോ? അല്ല, നമ്മള് സ്വാഭാവികമായും കളിക്കളത്തിൽ എത്തുക. നമ്മളവിടെ ഒരു മൈതാനം ഉണ്ടായിരുന്നു. ആ മൈതാനത്തിന്റെ പേര് ലെങ്കോട്ടി മൈതാനം. മറ്റേ കിട്ടുന്ന സാധനമല്ലേ അത്? അതെ, അതാണ്. പക്ഷെ മൈതാനത്തിന്റെ ആകൃതി മൈതാനത്തിനൊക്കെ അങ്ങനെ പേരിടാമോ? അല്ല, അതേ ഉള്ളൂ. മൈതാനത്തിന്റെ സ്ഥലം അത്രേ ഉള്ളൂ. സ്ഥലമില്ല. അപ്പൊ അവിടെയാ കളിച്ചത്. അവിടുന്ന് കളിച്ചിട്ടാണ് ഞാൻ വന്നത്. അവിടുന്ന് പിന്നെ കണ്ണൂർ വരെ എത്തി. അപ്പൊ കക്കാടുന്ന് കളിച്ച് കണ്ണൂർ വരെ എത്താനുള്ള ഒരു വഴിയുണ്ടല്ലോ. അന്നേ ഫുട്ബോളിനോട് എനിക്ക് ഒരു വലിയ ആരാധന. അന്ന് രാഷ്ട്രീയത്തിലുണ്ടോ? രാഷ്ട്രീയത്തിലുണ്ട്. രാഷ്ട്രീയത്തെ പോലെ തന്നെ ഫുട്ബോളിനുള്ള എടുപ്പുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ നമ്മള് കണ്ണൂരിൽ എല്ലാ രാഷ്ട്രീയക്കാരുണ്ടല്ലോ. ആ രാഷ്ട്രീയക്കാർക്കെല്ലാം തന്നെ എന്നോടൊരു മമത വരാൻ കാരണം ഫുട്ബോളാ. കണ്ണൂരിലും അതുപോലെ മലപ്പുറത്തും ഒക്കെ തന്നെ ഒരു പ്രത്യേക ആവേശമായിരിക്കും ഇനി ഈ മാസം. അല്ല, കണ്ണൂരിലാണ് കേരളത്തിൽ ഫുട്ബോൾ വന്ന ഒരു നാട് കണ്ണൂരാ. റൂട്ട് സാഹിബ് ബ്രിട്ടീഷുകാരൻ, അദ്ദേഹം ഫുട്ബോളുമായി ആദ്യം കണ്ണൂരിൽ വന്ന് ഇറങ്ങുക. കണ്ണൂരിൽ പട്ടാളക്കാരുടെ കേന്ദ്രത്തില്. ഇന്ത്യയിൽ ഫുട്ബോൾ വന്നു തന്നെ പട്ടാളക്കാരുടെ കേന്ദ്രത്തിലാ. ഏർക്കാ ക്ലബ് അതാണല്ലോ. അപ്പൊ ഇന്ത്യയും കണ്ണൂരും തമ്മിലുള്ളൊരു ബന്ധം അങ്ങനെയാ. ബംഗാളും കണ്ണൂരും തമ്മിലുള്ളൊരു ബന്ധം പോലെ. ആ ബന്ധത്തിൽ അവിടുന്ന് കണ്ണൂർ ഫുട്ബോൾ വളർന്നതാ. അവിടുത്തെ പ്രധാനപ്പെട്ട ക്ലബ്ബ് ലക്കച്ചാർ ക്ലബ്ബ്, മോഹൻബാഗിനെ തോൽപ്പിച്ച ക്ലബ്ബാ കൽക്കത്ത മോഹൻബാഗ്. അവരാണ് ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷ് ക്ലബിനെ തോൽപ്പിച്ചത് മോഹൻബാഗിനാ. ഞാൻ എൻ്റെ ഇടുപ്പല്ല് പൊട്ടി കിടക്കുന്ന അവസരത്തിൽ പോലും കളി കണ്ടതാ. അപ്പോഴാണ് എൻ്റെ ടീമിന്റെ കളി, ബ്രസീലിന്റെ കളി ദയനീയമായി തോറ്റ് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. പത്രക്കാരും ടി വിക്കാരും ഇതെല്ലാം കണ്ടിട്ട് പിന്നെ ഷൂട്ട് ചെയ്ത്. അല്ല, കരയാന്ന് പറഞ്ഞാൽ കരയേണ്ട, സാധാരണഗതിയിൽ കരയേണ്ട അവസരത്തിൽ കരയണം. ചില പ്രത്യേക സന്ദർഭത്തിൽ മനുഷ്യനല്ലേ, മനുഷ്യന്റെ വിചാരങ്ങളില്ലേ, നമ്മൾ കരഞ്ഞു പോകും. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് എന്റെ ടീമിന്റെ കളി കണ്ടിട്ട് തോറ്റുകൊണ്ടിരിക്കുമ്പം കരയാ. അതും നെയ്മർ പരിക്ക് പറ്റി പുറത്തുപോയി അതിനുശേഷം വന്ന ടീമാ. ആ ടീമിലെ കളിക്കാർ വരുന്ന നെയ്മറെ പടവും കൊണ്ടാകും. അങ്ങനെ വന്ന് നമ്മൾ നന്നായി തോറ്റ്. എവിടെ? ബ്രസീലിൽ നിന്ന് തന്നെ. ബ്രസീലുകാർ അങ്ങനെ ഒരു ജീവിതത്തിൽ ശരീരത്തിന്റെ കൂടെ തന്നെ ഫുട്ബോൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ദൈവത്തിന്റെ സ്വന്തം ആളുകൾ. ഗോലാങ്കുന്നുകളിൽ യേശുവിന്റെ പ്രതിമയുണ്ടല്ലോ, അത് കൈന്നിങ്ങനെ നീട്ടി നിൽക്കുക. അത് കണ്ടിട്ട് ബ്രസീലുകാർ പറയുന്നത് ദൈവം നമ്മളെ കളി കണ്ടിട്ട് ഒരു പന്തി കൊണ്ട് അടിച്ചാന്ന് പറയാം എന്ന് പറഞ്ഞ അത്രമാത്രം കളിയുമായി ഇണങ്ങിച്ചേർന്ന ആളുകളാ ബ്രസീലുകാർ. ആ ബ്രസീൽ നാട് അത് എൻ്റെ മനസ്സിനകത്ത് എന്തോ കടന്നെന്ന്. ഇനി പോകില്ല. ബ്രസീല് ലോകത്തിൽ 5 തവണ ചാമ്പ്യന്മാരായതാ. ബ്രസീലേ ഉള്ളൂ. കറുപ്പിന്റെ സൗന്ദര്യം ലോകത്തിനെ കാണിച്ചു കൊടുത്ത പെലെയാ. 1962 പെലെയെ ചവിട്ടി പുറത്താക്കി. എന്നാൽ 1970 പെലെ ലോകത്തിന് മുമ്പിൽ പറഞ്ഞു ഇതാ 3ാമത് വാങ്ങിയിരിക്കുന്നു ഫിഫ കപ്പ്. അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ എന്നോട് ചോദിക്കട്ടെ, അഥവാ ഒരു രാഷ്ട്രീയക്കാരന്റെ കുപ്പായം അണിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു കളിക്കാരനാകുമായിരുന്നു? കളിക്കാരനാകുമായിരുന്നു അല്ലേ? പക്ഷെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, മോനെ, നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാ, പ്രതിഫലേച്ചില്ലാതെ പ്രവർത്തിക്കുക, പട്ടിണി കിടന്നും പ്രവർത്തിക്കുക. പട്ടിണി കിടന്നും ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. പെരിയെ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഫുട്ബോൾ കണ്ടാൽ എൻ്റെ വിശപ്പ് മാറുമെന്നാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.